എല്ലാവർക്കും നമസ്കാരം. ടിൻ ഫ്ലെയിംസ് തമ്മിൽ എനർജി കോഡ് കട്ടിങ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടൊരു കമൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ എനർജി കോഡ് കട്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വ്യക്തിയെയോ ഒരു സാഹചര്യത്തെയോ ഒരു സ്ഥലത്തെയോ നമ്മളുടെ ആ ഒരു എനർജി വൈബിൽ നിന്ന് ദൂരം ചെയ്യുന്നതിനെയാണ് കോഡ് കട്ടിങ് എന്ന് പറയുന്നത്. നമ്മുടെ ആ ഒരു പോസിറ്റീവ് എനർജിയെ ഡൗൺ ചെയ്യിക്കുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ഒരു വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സാഹചര്യം വഴിയോ ഒരു സ്ഥലം വഴിയോ നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളിങ്ങനെ നിരന്തരം ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എനർജി നമ്മളിൽ നിന്ന് ആ വ്യക്തിയിലേക്ക്, ആ സ്ഥലത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലേക്ക് ഇങ്ങനെ പ്രവഹിച്ചു കൊണ്ടിരിക്കുക. അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ എനർജി ഡൗൺ ആയി പോകും. അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാനൊരു താല്പര്യം ഉണ്ടാവില്ല, ഒരു മടി പിടിച്ചൊരവസ്ഥയായിരിക്കും നമുക്ക്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ ചൊല്ലി അതായിരിക്കും നമ്മുടെ അവസ്ഥ. അപ്പോൾ എന്ത് പ്രശ്നമാണെങ്കിലും, ഒരു വ്യക്തിയായിട്ടാണെങ്കിലും ശരി, ഒരു സാഹചര്യം ആയിട്ടാണെങ്കിലും ശരി, ഒരു സ്ഥലമായിട്ടാണെങ്കിലും ശരി, അപ്പം ഈ ഒരു കാര്യത്തെ നമ്മുടെ ആ ഒരു എനർജി വൈബിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു എനർജി ഏരിയയിൽ നിന്ന് ദൂരം ചെയ്യുന്നതിനെയാണ് എനർജി കോഡ് കട്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ടിൻ ഫ്ലെയിംസ് തമ്മിൽ എനർജി കോഡ് കട്ടിങ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ള ഉത്തരം എന്ന് വെച്ചാൽ, നമുക്ക് നമ്മളെ തന്നെ കോഡ് കട്ട് ചെയ്യാൻ സാധിക്കുമോ? നമുക്ക് നമ്മുടെ എനർജിയെ ഡൗൺ ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മളിൽ നിന്ന് തന്നെ നമുക്ക് ഒളിച്ചോടാൻ സാധിക്കുമോ? ഈ കോഡ് കട്ടിങ് എന്ന് പറയുന്നത് നമ്മളുടേതല്ലാത്ത ഒരു കാര്യത്തെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ആ വ്യക്തിയോ ആ സാഹചര്യമോ ആ ഒരു സ്ഥലമോ നമ്മളെ വേദനിപ്പിച്ചു, അല്ലെങ്കിൽ നമ്മുടെ എനർജി അത്രമേൽ അത് ഡൗൺ ചെയ്യിക്കുന്ന ആ ഒരു കാര്യമോ വ്യക്തിയോ സാഹചര്യമോ, ഇതിനെയാണ് നമ്മൾ കോഡ് കട്ട് ചെയ്യുന്നത്. അതായത് നമ്മുടേതല്ലാത്ത, നമ്മളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒന്നിനെയാണ് നമ്മൾ കോഡ് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നത്, നമ്മുടെ ആ ഒരു എനർജി വൈബിൽ നിന്ന് ഒഴിവാക്കുന്നത്. എന്നാൽ നമ്മളുടെ തന്നെ ഒരു ഭാഗമായ ഒന്നിനെ നമുക്ക് കോഡ് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ സാധിക്കും. കുറച്ചുകൂടി എളുപ്പത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ ഈ ശരീരത്തെ ഇങ്ങനെ നെടുകയിൽ നിന്ന് ഛേദിച്ച് ഇത് റൈറ്റ് സൈഡ്, ഇത് ലെഫ്റ്റ് സൈഡ്, അതായത് ഈ റൈറ്റ് സൈഡിനെ എനിക്ക് വേണ്ട, അതിനെ കട്ട് ചെയ്ത് ഒഴിവാക്കാമെന്ന് വെച്ചാൽ അത് സാധിക്കുമോ? അപ്പം എൻ്റെ ജീവൻ തന്നെ അവിടെ ഇല്ലാതാവും, അല്ലേ? അപ്പം അത് തന്നെയാണ് ഈ ടിൻ ഫ്ലെയിംസ് തമ്മിൽ കോഡ് കട്ടിങ് സാധ്യമാകുമോ എന്ന് ചോദിച്ചാൽ സാധ്യമാകില്ല. നമുക്ക് നമ്മളെ തന്നെ കോഡ് കട്ട് ചെയ്ത് നമ്മളിൽ നിന്ന് വേറെ ആക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ടിൻ ഫ്ലെയിമിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. നമ്മളുടേത് അല്ലാത്ത ഒന്നിനെ നമ്മളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നതാണ് ആകർഷണ സിദ്ധാന്തം. അപ്പോൾ നമ്മളുടേതായ ഒന്നിനെ, ഓൾറെഡി അത് നമ്മളുടേതാണ്, നമ്മളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒന്നല്ല. അപ്പം അങ്ങനെയുള്ള ഒന്നിനെ നമ്മൾ എന്തിനാണ് മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്നത്? അതുപോലെ തന്നെ ഇവിടെയും നമ്മളുടേതായ ഒന്നിനെ നമുക്ക് കോഡ് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ സാധിക്കില്ല. അപ്പോൾ ടിൻ ഫ്ലെയിംസ് തമ്മിൽ കോഡ് കട്ട് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കില്ല. നമുക്ക് നമ്മളെ തന്നെ കോഡ് കട്ട് ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് നമ്മളെ തന്നെ നമ്മളിലേക്ക് ആകർഷിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ടിൻ ഫ്ലെയിംസിന്റെ കാര്യത്തിൽ കോഡ് കട്ടിങ് നടക്കില്ല എന്ന് പറയുന്നതും, അവരെ മാനിഫെസ്റ്റ് ചെയ്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതും, പിന്നെ ടിൻ ഫ്ലെയിംസ് തമ്മിലുള്ള ആ ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ അത്രമേൽ സ്ട്രോങ് ആണ് എന്നുള്ളതും, അതുപോലെ തന്നെ ടിൻ ഫ്ലെയിംസുകൾ തമ്മിൽ ഒരിക്കലും അകന്നു പോകുന്നില്ല എന്ന് പറയാൻ കാരണവും ഇത് തന്നെയാണ്. ഏത് തന്നെ? നമ്മൾ തന്നെയാണ് അവര് തന്നെയാണ് നമ്മൾ. നമുക്ക് നമ്മളിൽ നിന്ന് അകന്നു പോകാൻ സാധിക്കില്ല. നമുക്ക് നമ്മളെ കോഡ് കട്ട് ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് നമ്മളെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മളോട് തന്നെ സംസാരിക്കാതിരിക്കാൻ കഴിയില്ല. അതായത് നമുക്ക് നമ്മളെ ഒളിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അല്ലേ? നമ്മൾ എന്ത് ചെയ്താലും അത് നമ്മൾ അറിയുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ടിൻ ഫ്ലെയിംസിന്റെ കാര്യത്തിൽ ഇതൊന്നും നടക്കില്ല എന്ന് പറയുന്നത്. ആ ഒരു ബന്ധത്തിൽ കോഡ് കട്ട് ചെയ്താലും ഒന്നും സംഭവിക്കില്ല, മാനിഫെസ്റ്റ് ചെയ്താലും ഒന്നും സംഭവിക്കില്ല. അതുപോലെ തന്നെ ടെലിപ്പതി എന്ന് പറയുന്നത് അത്രമേൽ സ്ട്രോങ് ആണ്. നമുക്ക് നമ്മളെ ഒളിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, നമ്മളെ വഞ്ചിച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ടിൻ ഫ്ലെയിംസ് തമ്മിൽ അകന്നു പോകുന്നില്ല എന്ന് പറയുന്നതും നമുക്ക് നമ്മളിൽ നിന്ന് അകന്നു പോകാൻ സാധിക്കില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.